കർത്താവായ ഈശോയെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന സ്വർഗീയ സംഗീതം എന്ന മഹനീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമുക്കെല്ലാവർക്കും കർത്താവായ ഈശോയെ, സർവശക്തനായ ദൈവത്തെ പാടാം, സ്തുതിക്കാം, ആരാധിക്കാം. ദൈവത്തെ സ്തുതിക്കുന്നതിലും വേറെ മഹനീയമായിട്ട് എന്താ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ വചനപ്രകാരം പറയുവാണ്. സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം. 33-ാം അധ്യായം ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അധ്യായം. അപ്പൊ അധ്യായത്തില് 6-7 വാക്യങ്ങൾ ഇപ്രകാരം വചനം പറയുക: കർത്താവിന്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. അവിടുന്ന് സമുദ്രജലത്തെ ഒരുമിച്ച് കൂട്ടി, ആഴങ്ങളെ അവിടുന്ന് കലവറയിൽ സംഭരിച്ചു. നോക്കിക്കേ, നമുക്കറിയാം, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ല. അത് വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ, കോടിക്കണക്കിന്, ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു പ്രോസസ്സാണ്. പക്ഷെ അതിന്റെ എല്ലാം പുറകിൽ ആരാ ഉള്ളേ? നമ്മുടെ കർത്താവായ ദൈവം. കർത്താവിന്റെ വാക്കിനാൽ, കർത്താവിന്റെ പദ്ധതിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു. ഈ പ്രപഞ്ചത്തെ ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും ചേർന്ന് ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സൃഷ്ടാവായ ദൈവമേ, രക്ഷകനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അതേ അധ്യായം തന്നെ 9-ാമത്തെ വാക്യം വചനം പറയുക: അവിടുന്ന് അരുളി ചെയ്തു, ലോകം ഉണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ആദ്യം അനുഭവിച്ചത് രക്ഷിക്കുന്ന ഒരു ദൈവത്തെ എന്ന് പറഞ്ഞാൽ, അവർ ഈജിപ്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോ ആ അടിമത്തത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരു ശക്തിയും കടന്നു വരില്ല എന്നവർ വിചാരിച്ചിരുന്ന സമയത്ത്, വിശ്വസിച്ചിരുന്ന സമയത്ത്, ഇതാ മോശയിലൂടെ, ഒരു സാധാരണ മനുഷ്യനായ, ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരു മനുഷ്യനിലൂടെ സർവശക്തനായ ദൈവം അതിശക്തമായ ഈജിപ്തിന്റെ കരങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. രക്ഷിക്കുന്ന ദൈവം, ഈ രക്ഷിച്ച ദൈവത്തെ മനസ്സിലാക്കി വരുമ്പോ പ്രവാചകന്മാരിലൂടെയും ആത്മീയ പിതാക്കന്മാരിലൂടെയും ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കിട്ടുവാണ്. ഈ രക്ഷിച്ച ദൈവം, രക്ഷിക്കുന്ന ദൈവം തന്നെയാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവം. ഇന്ന് സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ദൈവത്തെ കുറിച്ച് സങ്കീർത്തന പുസ്തകം അതേ അധ്യായത്തിന്റെ വീണ്ടും വചനം പറയാം. 11-ാമത്തെ വാക്യം: കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകൾ തോറും നിലനിൽക്കുന്നു. നമ്മെ കുറിച്ച്, ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്നേ. നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നന്ദിയോടെ സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 8-ാമത്തെ വാക്യം വചനം പറയുക: ഭൂമി മുഴുവൻ കർത്താവിന് ഭയപ്പെടട്ടെ, ഭൂവാസികൾ അവിടുത്തെ മുമ്പിൽ ഭയത്തോടെ നിൽക്കട്ടെ. നീ എങ്ങനെ കർത്താവിനെ ഭയപ്പെടണം? ഈ കർത്താവിനെ ഭയപ്പെടുന്നവർ എന്ത് ചെയ്യണം? വീണ്ടും വചനം പറയാണ്, 1 മുതൽ 3 വരെ വാക്യങ്ങൾ: നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ, സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ, 10 കമ്പിയുള്ള വീണമീട്ടി അവിടുത്തെ കീർത്തനം ആലപിക്കുവിൻ, കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഉച്ചത്തിൽ ആർപ്പ് വിളികളോടെ വിദഗ്ധമായി തന്ത്രിമീട്ടുവിൻ എന്ന് പറഞ്ഞ സങ്കീർത്തനം പറയുവാണ്. സാധ്യമായ എല്ലാ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, ഏറ്റവും നല്ല സാധനം ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും ശക്തമായിട്ട് ദൈവത്തെ നീതിമാന്മാരായിട്ടുള്ളവർ സ്തുതിക്കണം, ആരാധിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയ ജനമേ, നമുക്കൊന്നു ചേർന്ന് നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് പാടാം. ഗാനത്തിന് വരിക നമ്മോട് പറയുവാണ്, നാം ചേർന്ന് പാടുവാണ്. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൽ പ്രഭുതാൻ, മഹത്വത്തിൽ യോഗ്യൻ യേശു, മാനവും പുകഴ്ചയും യേശുവിന്. ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് സ്തുതിക്കാം.
അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. പാടിക്കേ. ശക്തനായ ദൈവം, ആവർത്തിച്ചു പാടി വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ. എല്ലാവരും ചേർന്ന് വാനവും ഭൂമിയും ചമച്ചവനേ. ആ തുറന്ന് സ്വരമുയർത്തി പാടിക്കേ. ശക്തനായ ദൈവമേ, മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുവേ, ആവർത്തിച്ചു പാടി. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. എന്ന് പാടിക്കേ. യേശുനാഥാ, സ്വയം ആവർത്തിച്ച് യേശുനാഥ, എല്ലാവരും ഈശോയെ വിളിക്കട്ടെ. ഈശോയെ, നോട് ആവർത്തിച്ച് പാടിക്കേ. ഉയർത്തിക്കേ, ഒന്ന് സ്തുതിച്ചേ, സ്തുതിച്ച് ആരാധിച്ചേ, കർത്താവിനെ മഹത്വപ്പെടുത്തുകേ. യേശുവേ, 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 ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കും ഞങ്ങൾ, ആരാധിക്കുന്നു ഞങ്ങൾ. ഈശോയെ, ഈശോയെ, എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവ് വിശ്വസിക്കുന്നവർ, സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശു എന്ന് അറിയുന്നവരെല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കട്ടെ, ദൈവവചനത്തെ വിശ്വസിക്കട്ടെ. ദൈവവചനത്തെ വിശ്വസിച്ച് വിളിച്ച വിളി കേൾക്കുന്നൊരു ദൈവ, ചോദിച്ച മുട്ടിയ തുറക്കുന്നൊരു ദൈവ എന്ന് വിശ്വസിച്ച് ചേർന്ന് വിളിക്കട്ടെ. ഈശോയെ വിളിക്കട്ടെ, സ്വർഗത്തെ വിളിച്ചപേക്ഷിക്കട്ടെ, സ്വർഗീയ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, സ്വർഗീയ ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. ഈശോയെ, 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 ഈ സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമേ, ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഇതാ ദൈവത്തിന്റെ വചനം പറ നമുക്ക് സ്വീകരിക്കാം. സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം 12-ാം വാക്യം വചനം പറയാണ്, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാണ്. നോക്കിക്കേ, വചനം പറയുക, ഒന്നോടെ ശ്രദ്ധിച്ചു കേട്ടോ. കർത്താവ് ദൈവമായുള്ള ജനം, അവിടുന്ന് തെരഞ്ഞെടുത്ത ജനം, അത് ഭാഗ്യമുള്ളവരാ എന്ന് പറഞ്ഞാ നമ്മളെ കുറിച്ച് പറയാ. ഈ വിളിച്ച വിളി കേൾക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുമ്പോ അനുഗ്രഹിക്കുന്ന ദൈവം, സുഖപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം, ഇങ്ങനൊരു ദൈവമുള്ള നമ്മൾ ഓരോരുത്തരും ഭാഗ്യമുള്ളവരാ, നമ്മൾ ഭാഗ്യവാന്മാരാ. ഇനി ഈ ദൈവത്തെ അറിയാനും ഈ ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനും നമുക്ക് സാധിക്കുന്നല്ലോ, അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്.
അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പറയുക, ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. ഉറപ്പുള്ള കാര്യമാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നോ, നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നോ, നാം ദൈവത്തിൽ പ്രത്യാശ വെച്ചാണോ ജീവിക്കുന്നത്? ആ കർത്താവിന്റെ വചനം അനുശാസിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണോ ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും, കർത്താവിന്റെ കാരുണ്യം കടന്നു വരും. ഇത് വിശ്വസിച്ചുകൊണ്ട് ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇത് ഗാനത്തിന്റെ വരിക പറയുവാണ്, സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. ആരെ സ്തുതിക്കുന്നേ? മഹോന്നതനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തെ, എന്നെ സുഖപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തെ, എന്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ദൈവത്തെ. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യതെന്നാതെന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യതെന്നാതെന്റെ കരവിരുത്. ആവർത്തിച്ചു പാടി. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യതെന്നാതെന്റെ സർവശക്തനായ ദൈവമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യതെന്നാതെന്റെ കരവിരുത്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. ചെന്ന് പാടി. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. ആവർത്തിച്ച് ചെന്ന് പാടി. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. ആനന്ദത്തോടെ പാടി സ്തുതിച്ചേ. എല്ലാ നാവുകളെയും ആരാധന ഉയരട്ടെ. എല്ലാവരും പാടി സ്തുതിക്കട്ടെ. സന്തോഷത്തോടെ പാടി, വിശ്വാസത്തോടെ ചേർന്ന് പാടി. സ്വയം സർവശക്തനായ ദൈവമേ. ആവർത്തിച്ചു പാടിക്കേ. സ്വയം യേശുവേ, യേശുവേ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഈശോയെ, ശക്തനായ ദൈവമേ, രക്ഷകനായ ദൈവമേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്റെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. യേശുവേ, ഈശോയെ. ഈ ആരാധന കൂട്ടായ്മയിൽ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു, ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. ഈശോയെ,
ഈശോയെ 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 യേശുവേ യേശുവേ. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ വചനം ഒന്ന് ധ്യാനിച്ചേ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 32-31 വചനപ്രകാരം പറയുകയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റു പറയും. നോക്കിക്കേ, ഒരു ഓഫർ കർത്താവ് വെക്കുക. എന്താ ഓഫർ? ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവായ യേശുവിനെ ഏറ്റു പറയാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിന്റെയും വേദനയുടെയും സമയങ്ങളിൽ, നമ്മൾ പതറിപ്പോകുന്ന സമയത്ത്, ചിലപ്പോൾ ചില പാപത്തിൽ നമ്മൾ വീണുപോയി നിസ്സഹായാവസ്ഥ നിൽക്കുന്ന സമയത്ത് ഇതാ ഈശോ പറയുവാണ്, പിതാവായ ദൈവത്തിന്റെ മുമ്പില് ഞാൻ നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചു പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും അതിനോട് ചേർത്ത് വചനം പറയുവാണ്. അടുത്ത വചനം 33-ാമത്തെ വചനം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിക്കളയും. ഈശോ പറയുവാണ്, മനുഷ്യരുടെ മുമ്പിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ അവസരം കിട്ടുമ്പോൾ ചിലപ്പോൾ മൗനത്തിലൂടെ ആണെങ്കിലും ഈശോയെ തള്ളി പറയുവാണോ? സാക്ഷ്യം വഹിക്കേണ്ട സമയത്ത് സാക്ഷ്യമാകാനായിട്ട് കൂട്ടാക്കുന്നില്ലേ? അതിനുവേണ്ടി അല്പം ത്യാഗം കൊടുക്കാൻ, അല്പം പരിശ്രമിക്കാൻ മനസ്സു കാണിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ വചനം പറയുവാണ്, സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ നമ്മൾക്ക് വേണ്ടി ഈശോ സംസാരിക്കേണ്ട സമയം വരുമ്പോൾ ഈശോയും മിണ്ടില്ല, അല്ലെങ്കിൽ ഈശോ നമ്മയും തള്ളിപ്പറയും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന വലിയൊരു ദൈവിക രഹസ്യമാണ്, വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ വഴിയാ. എന്താ? നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുറവുകളും പാപങ്ങളൊക്കെ ഉള്ളപ്പോ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കണോ? കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണോ? അങ്ങനെയെങ്കിൽ കർത്താവ് പറയുവാണ്, കർത്താവായ യേശുവിന്, അവിടുത്തെ പ്രവൃത്തികൾക്ക്, അവിടുത്തെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അങ്ങനെ നമ്മൾ ഈ ലോകത്തില് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണെങ്കിൽ അപ്രകാരം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കർത്താവ് സമർത്ഥമായി സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീരുമാനം എടുക്കാം. ഈശോയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കും, ഈശോയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കും. ഈശോയെ ഏറ്റുപറയാൻ, ദൈവവചനത്തെ ഏറ്റുപറയാൻ, യേശു നാമത്തെ ഏറ്റുപറയാൻ, ഈശോ നമ്മുടെ ജീവിതത്തിലും മറ്റനേകരുടെയും ജീവിതത്തിലും ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികളെ ഏറ്റുപറയാൻ കിട്ടുന്ന സമയം, കിട്ടുന്ന അവസരം ഏറ്റവും നന്നായി ഞാൻ വിനിയോഗിക്കും. ഒരു തീരുമാനം എടുക്കാം. ഒരു പക്ഷേ അപ്രകാരം ഞാൻ പറയുമ്പോൾ ആരെങ്കിലും എന്നെ കളിയാക്കുവാണെങ്കിൽ കളിയാക്കിക്കോട്ടെ, സന്തോഷത്തോടെ സ്വീകരിക്കാം. ആരെങ്കിലും കുറ്റപ്പെടുത്തുവാണെങ്കിൽ കുറ്റപ്പെടുത്തിക്കോട്ടെ, അത് സന്തോഷത്തോടെ സ്വീകരിക്കാം. ഈ ഒരു മനോഭാവം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗാനത്തിന്റെ വരികളോട് ചേർന്ന് നാം പാടുവാണ്. ഗാനത്തിന്റെ വരികൾ നമ്മോട് പറയാ, കീർത്തിക്കും ഞാൻ എന്നേശുപര, കർത്തന് തുല്യനായി മറ്റാരും. എന്റെ ഈശോയെ ഞാൻ പ്രകീർത്തിക്കും, എന്റെ ഈശോയ്ക്ക് ഞാൻ സാക്ഷ്യം വഹിക്കും, എന്റെ ഈശോ നാമത്തെ ഞാൻ മഹത്വം നൽകും. ഈ ഒരു പ്രഖ്യാപനത്തോടെ ഗാനത്തിന്റെ വരികളോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ദൈവമേ, ആവർത്തിച്ചു പാടി സന്തോഷത്തോടെ പാടിക്കേ. സ്നേഹിക്കുന്ന എന്റെ ഈശോയെ, പാടിക്കേ, ചെന്ന് പാടിക്കേ.
ആവർത്തിച്ച് ചെന്ന് പാടി. മഹിമയിൽ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ സ്വയം മാനവും പുകഴ്ചയും യേശുവേ സ്വയം മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവേ. യേശുനാഥ യേശുനാഥാ, നീ ദൈവം. സ്വയം യേശുനാഥാ, നീ നാഥൻ. ആശ്രയമായി സ്വയം യേശുനാഥാ, നീ ജയം. സ്വയം എന്റെ കോട്ടയും നീ മാത്രം. ആവേശത്തോടെ ആവർത്തിച്ചു പാടി. യേശുനാഥാ, നീ ദൈവം. സ്വയം യേശുനാഥാ, നീ നാഥൻ. സ്വയം യേശുനാഥാ, നീ ശൈലവും എന്റെ കോട്ടയും നീ. വിശ്വാസത്തോടെ സന്തോഷത്തോടെ ചെന്ന് പാടി. യേശുനാഥാ, നീ ദൈവം. സ്തുതിച്ചു പാടിക്കേ. യേശുനാഥാ, നീ നാഥൻ. ജീവിതത്തിലെ സന്തോഷത്തെയും ദുഃഖത്തെയും എല്ലാം എടുത്തു വെച്ച് ചെന്ന് പാടി. ശൈലവും എന്റെ കോട്ടയും നീ. ഒരുമയോടെ കർത്താവിനെ സ്തുതിച്ചു പാടിക്കേ. യേശുനാഥാ, നീ ദൈവം. സ്വയം യേശുനാഥാ, നീ നാഥൻ. എന്റെ ഈശോയെ യേശുനാഥാ, നീ ശൈലവും എന്റെ കോട്ടയും നീ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ, ആരാധിച്ചേ. എല്ലാ അധരങ്ങളും സ്തുതിക്കട്ടെ, എല്ലാ നാവുകളും സ്തുതിക്കട്ടെ. യേശുനാമം വിളിച്ചപേക്ഷിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. എല്ലാ നാവുകളിൽ നിന്നും ദൈവാരാധന ഉയരട്ടെ. എല്ലാ മനസ്സുകളിൽ നിന്നും ഹൃദയത്തെയും ദൈവാരാധന ഉയരട്ടെ. കർത്താവെ, കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഹൃദയങ്ങളിൽ ദൈവാരാധന ഒരുക്കട്ടെ. മന്നോസ്തുതിയുള്ള ഹൃദയങ്ങളെ കർത്താവെ സ്പർശിക്കണേ. വിശ്വാസത്തിന്റെ തീർച്ച നൽകണേ. കർത്താവായ ഈശോയെ, സകല ഹൃദയങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ ആരാധിക്കുന്നതിന്റെ അഭിഷേകം ഈശോയെ നൽകണേ. ഈശോയെ നൽകണേ. കർത്താവെ, ദൈവിക ആനന്ദം ഓരോ ഹൃദയങ്ങളിലേക്ക് നൽകണേ. ഈശോയെ ഈശോയെ ഈശോയെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവെ, കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല രോഗികളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, സൗഖ്യം നൽകണേ. കർത്താവെ, രോഗപ്പെടുന്ന വിടുതൽ നൽകണേ. തളർച്ചയിൽ കഴിയുന്നവര്, നിരാശയിൽ കഴിയുന്നവര്, വേദനകളിൽ കഴിയുന്നവര്, ഈശോയെ അവരെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, നിന്റെ നാമത്തിൽ ദൈവാരാധന അനന്ത യോഗ്യതയില് സൗഖ്യം ഉണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. ഈശോയെ 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 ഈശോയെ. കലഹങ്ങളുള്ള വ്യക്തി ജീവിതങ്ങൾ, വെറുപ്പുദ്ദേശം മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്നവര്, പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ, ക്ഷമിക്കാൻ സാധിക്കട്ടെ, ഒരുമയിലേക്ക് വളരട്ടെ. ഈശോയെ ഈശോയെ. യേശുവേ യേശുവേ. സർവശക്തനായ ദൈവമേ, നിന്റെ നാമത്തിൽ വലിയ സൗഖ്യം, അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ ദൈവീക ഇടപെടൽ അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തെ, രക്ഷിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രഘോഷിക്കുവാനായിട്ട് ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഈശോയെ 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 ഈശോയെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആ ദൈവത്തോട് ചേർന്ന് നിന്ന് സമർത്ഥമായ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അനുദിനം സാധിക്കും.